ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പാസ്റ്റർ ആൻസൺ മരാമൺ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സന്ദർശനത്തിലായിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രത്യേക വിഷയം നിങ്ങളെല്ലാവരുമായിട്ടും ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ് ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു അപകട വാർത്ത നമ്മൾ കേട്ടു റാന്നിയിൽ. ആ വേദന മാറുന്നതിന് മുന്നേ, ആ ഓർമ്മ മായുന്നതിന് മുന്നമേ ഇന്ന് വീണ്ടും അതിനേക്കാൾ ഭയങ്കരമായ ഒരു അപകട വാർത്ത എന്നെ ഇത് വല്ലാതെ ചിന്തിപ്പിച്ചു. നമ്മൾ അപകട വാർത്തകൾ ഇന്നത്തെ കാലത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കണ്ടോളൻസ് മെസ്സേജ് ഇടുകയും ഒരു ഇമോജി അയക്കുകയും ചെയ്ത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളതേക്കുറിച്ച് മറക്കുകയാണ്. ആ ഒരു സംഭവം പിന്നീട് ഓർക്കുകയോ അങ്ങനെ ഇനി സംഭവിക്കുവാതിരിക്കുവാനായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കുകയോ നമുക്കൊരു സമയമില്ല. പലപ്പോഴും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഞാനും ഓട്ടത്തിലാണ്, എന്നെപ്പോലെ നിങ്ങളും ഓട്ടത്തിലാണ്. എന്നെ ഇന്ന് വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ KM ജോസഫ് അവർകൾ നടത്തിയ ഒരു പ്രഭാഷണം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം ആധാരമാക്കി അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ അദ്ദേഹം ഒരു കണക്ക് പറയുകയുണ്ടായി. ആ വർഷം അദ്ദേഹം എഴുതി വെച്ച അപകടങ്ങൾ 11 അപകടങ്ങളിൽ ദൈവദാസന്മാർ പെട്ട് അവരുടെ ജീവൻ നഷ്ടമായ അപകടങ്ങൾ 11, 1-2 ആ വർഷം അദ്ദേഹം എഴുതി വെച്ച സംഭവങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ജനത്തെ ആഹ്വാനം ചെയ്യുകയുണ്ടായി, ഇതൊരു ആത്മീയ പോരാട്ടമാണ്, നാം പ്രാർത്ഥനയിൽ മുഴുകണം. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായി നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വളരെ പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവത്താൽ ധാരാളം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ അപകടത്തിൽപ്പെട്ട് അവരുടെ ജീവൻ പൊലിയുകയാണ്. നമ്മൾ വിചാരിക്കും നഷ്ടം ആ കുടുംബത്തിനാണല്ലോ, നമ്മൾ പറയും കുടുംബത്തിനെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അല്ല, നഷ്ടം യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്കാണ്, ദൈവരാജ്യത്തിനാണ് നഷ്ടം. നമ്മൾ ഈ ഒരു വിഷയം വളരെ 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 ഗൗരവമായി കാണണം. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നത്? ഞങ്ങൾ ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയായിട്ട് കഴിഞ്ഞ 8-9 വർഷങ്ങളായി ഒരു വിഷയം പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വെച്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിൻ്റെ മേൽ മനുഷ്യന് ജയം എന്നുള്ള വിഷയമാണ്. ക്യാൻസർ എന്ന രോഗത്തിൻ്റെ മേൽ ദൈവമക്കൾക്കും ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യർക്കും ജയം, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് അനേക നല്ല വാർത്തകൾ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുവാനിടയായി. ഇപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിനുകളും മരുന്നുകളും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ അനേക പ്രവർത്തനങ്ങൾ ഈ വിഷയം ദൈവസേനയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പ് പറയുകയാണ്, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നാം ക്യാൻസർ ചികിത്സാ രംഗത്തും ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കാണുന്നതായ മാറ്റങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഒരു വിഷയമെടുത്ത് നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകരുവാൻ ഇടയാകും. ഈ ഒരു വിഷയം ഞാൻ തീരുമാനമെടുക്കുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട്, ഞങ്ങൾ മിനിസ്ട്രിയായിട്ട് ഈ ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ഒരു വിഷയം നിങ്ങളുടെ സ്വന്തം വിഷയമായിട്ട്, ഇത് നമ്മുടെ വിഷയമാണ്, നിങ്ങളുടെ സ്വന്തം വിഷയമായിട്ട് എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവദാസന്മാർ, ദൈവമക്കൾ അനേകർ ആകസ്മികമായ ആക്സിഡൻറ്റിൽ, അപകടങ്ങളിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോകുന്നു. ദൈവസഭയ്ക്ക് അത് വലിയ നഷ്ടമാണ്, ദൈവരാജ്യത്തിന് നഷ്ടമാണ്. ഇനിയും അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. അത് ഒന്ന് പിന്നോട്ട് നോക്കിയാൽ ഏകദേശം ഒരു 8-9 വർഷങ്ങൾക്കകത്താണ് ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. മുൻപ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ ചുരുക്കം.
വളരെ ചുരുക്കം അപകടങ്ങളെ നമ്മൾ ദേവദാസന്മാർ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 9-10 വർഷങ്ങൾ നമ്മൾ പുറകോട്ട് നോക്കിയാൽ, അപകട മരണങ്ങളുടെ ചരിത്രം നോക്കിയാൽ വളരെ വ്യക്തമായി അറിയുവാൻ സാധിക്കും. ഈ ഗ്രാഫ് വളരെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൈ ക്ലൈംബിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആകാശത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാഫ്. നമുക്കതിനെ കട്ടേൽ ചെയ്യണം, അത് വെട്ടണം, അതിനെ നിരത്തണം, അതിനെ കുനിക്കണം. മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. അതിന് ഞാൻ ദൈവമക്കളെല്ലാം ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് മുതൽ ഈ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിന് ചുമൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നമുക്ക് ഒരുമിച്ച് സഭാവ്യത്യാസമില്ലാതെ, യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് ഉറപ്പോടെ എനിക്ക് പറയുവാൻ സാധിക്കും, ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുമെന്ന്. കാരണം നമ്മൾ ആ പ്രാർത്ഥന വേളയിൽ, ആ പ്രാർത്ഥന യുദ്ധത്തിൽ, ഇതൊരു ആത്മീയ യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ആ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ ഒരു സാധാരണ കാര്യമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്, പൈശാചിക വ്യാപാരമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ആ കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം ബലം തരും. ദൈവം നമ്മോട് കൂടെ നിൽക്കും. കാരണം പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവൻ്റെ, ആശ്രയിക്കുന്നവൻ്റെ, വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഈ സമ്പത്ത്, പരിശുദ്ധാത്മാവെന്ന വലിയ സമ്പത്ത്, വിലമതിക്കാനാവാത്ത സമ്പത്ത്, നമ്മോട് കൂടെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന, എവണ്ണം പ്രാർത്ഥിക്കണമെന്നറിയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കാര്യസ്ഥന നമ്മോട് കൂടെയുള്ള, ഹല്ലേലൂയ, നമ്മുടെ ഒരു വികാരിയായിട്ട്, KM ജോസഫ് പാസ്റ്റർ എന്ന് ഉപയോഗിച്ച വാക്കാണ് വികാരിയായിട്ട്, നമ്മുടെ ഒരു വികാരിയായിട്ട് നമ്മുടെ കൂടെയുള്ള ദൈവാത്മാവിനെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സ്വർഗം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്വർഗം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് ഈ വ്യാപാരത്തെ സ്വർഗം തകർത്തു തരും. എനിക്ക് കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്നോടൊപ്പം ഈ യജ്ഞത്തിൽ ചുമൽ തരുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെട്ടില്ലായെങ്കിലും നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കുക. നിങ്ങളുടെ ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവസഭകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ഒരുമിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു.